എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഞാൻ സൂരജ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എക്സാം ആണ്. അതായത് നമ്മളുടെ 19/4/2024 കഴിഞ്ഞ എക്സാം ആണ്. ദാറ്റ് ഈസ് ഫിറ്റർ, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, ഫിറ്റർ ഗ്രേഡ് 2 എന്നീ തസ്തികകളിലേക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇത് കോഡ് സെറ്റ് നമ്പർ എ ആണ്. സെറ്റ് കോഡ് എ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ് സർഫസ്. അല്ലെ, നമുക്കറിയാം കാസ്റ്റിങ്ങിനും ഫോർജിങ്ങിനും ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് വൈറ്റ് വാഷ് അല്ലെങ്കിൽ ചോക്ക് പൗഡർ ആണ്. അല്ലെ, വൈറ്റ് വാഷ് അല്ലെങ്കിൽ ചോക്ക് പൗഡർ ആണ്. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? ചോക്ക് പൗഡർ അല്ലെങ്കിൽ വൈറ്റ് വാഷ് ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ചോക്ക് പൗഡർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്? അല്ലെ, നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഡിവൈഡർ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന മൈക്രോമീറ്റർ, ഓപ്ഷൻ സി സ്റ്റീൽ റൂള്, ഓപ്ഷൻ ഡി വെർണിയർ കാലിപ്പർ. നമുക്ക് പറയാം ഇവിടെ ഡിവൈഡർ എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ അത് കൊണ്ടുവന്നിട്ട് സ്റ്റീൽ റൂളിലേക്ക് നമ്മൾ വെച്ചെന്നുണ്ടാവും, അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് പറയാം അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിവൈഡർ എന്ന് പറയുന്നുണ്ടാവുക. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോമീറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റീൽ റൂൾ ആയിക്കോട്ടെ, വെർണിയർ കാലിപ്പർ ആയിക്കോട്ടെ, നമുക്ക് ഡയറക്റ്റ് റീഡിംഗ് കിട്ടുന്നുണ്ടാകും. അപ്പൊ ഡയറക്റ്റ് റീഡിംഗ് കിട്ടാത്ത അല്ലെങ്കിൽ നോട്ട് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതായിരിക്കും ഉത്തരം വരിക? ഓപ്ഷൻ എ ഡിവൈഡർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ. അപ്പൊ പോയിന്റ് ആംഗിൾ ഓഫ് സ്ക്രൈബറിന്റെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം ദാറ്റ് ഈസ് 12 മുതൽ 15 ഡിഗ്രി വരെയാണ്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? 12 മുതൽ 15 ഡിഗ്രി വരെയാണ്. അപ്പൊ അത്തരത്തിൽ ജനറൽ ആയിട്ട് നമുക്ക് 10 മുതൽ 20 ഡിഗ്രി എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. എന്താണ് സാധാരണഗതിയിൽ ഉത്തരം എന്താണ് നമ്മളുടെ എക്സാമുകൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ 12 മുതൽ 15 ഡിഗ്രി തന്നെയാണ്. എന്നാൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വേർഡ് പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു വാല്യൂ പറയുന്നുണ്ട്, 10 to 20 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തില് നമുക്ക് പറയാം ദാറ്റ് ഈസ് എന്താണ് സ്ക്രൈബറിന്റെ ഒരു വാല്യൂ നമുക്ക് റേഞ്ച് ഒരു 10 to 20 ഡിഗ്രി ആണെങ്കിൽ തന്നെയും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 to 15 ഡിഗ്രി ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സ്ക്രൈബറിന്റെ ആ ഒരു നമ്മുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഉത്തരം നമ്മളുടെ പ്രൊവിഷണൽ ആൻസർ കീയുടെ പ്രകാരം ഉത്തരം എന്ത് തന്നെയാണ്? 12 മുതൽ 15 ഡിഗ്രി തന്നെയാണ്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വാല്യൂ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഓർത്തു വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ബേസ് ലൈൻ ഡയമെൻഷൻസ് ആർ റെഫറൻസ്ഡ് ഫ്രം എ കോമൺ ജോമെട്രിക് ഫീച്ചർ നോൺ ആസ്. നമ്മൾ ഇത്തരത്തിൽ നമുക്കറിയാം എല്ലായ്പ്പോഴും നമ്മളൊരു റെഫറൻസ് വെക്കാറുണ്ട്. അല്ലെ, ആ റെഫറൻസിനെ എന്താ വിളിക്കുക നമ്മൾ? അല്ലെങ്കിൽ റെഫറൻസ് ഡയമെൻഷൻ വെക്കാറുണ്ട്. അതിനെ എന്താ വിളിക്കുക? ഡേറ്റം ഡയമെൻഷൻ എന്ന് വിളിക്കുക. അല്ലെ, ഡേറ്റം ഡയമെൻഷൻ എന്ന് വിളിക്കുക. അപ്പൊ അത്തരത്തില് ബേസ് ലൈൻ ഡയമെൻഷൻ ആർ റെഫറൻസ് ഫ്രം എ കോമൺ ജോമെട്രിക് ഫീച്ചർ. ഒരു ജോമെട്രിക് ഫീച്ചറിന്റെ ഒരു ഡാറ്റം ഒരു റെഫറൻസ് എടുക്കുന്നുണ്ടാവും. ആ റെഫറൻസിന് എന്താ വിളിക്കുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഡാറ്റം ആണ് വിളിക്കുക. അല്ലെ, നമ്മൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. മറ്റൊരു ചോദ്യം: വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സെന്റർ ഓഫ് റൗണ്ട് ബാർ. അല്ലെ, നമ്മുടെ കയ്യിലിരിക്കുന്ന റൗണ്ട് ബാറിന്റെ ഒക്കെ എന്താണ് സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിവൈഡർ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ജെന്നി കാലിപ്പർ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ഔട്ട്സൈഡ് കാലിപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ആ ഒരു സെന്റർ അല്ലെ, റൗണ്ട് ബാറിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ജെന്നി കാലിപ്പർ അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ അല്ലെ, അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദിസ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്. അല്ലെ, ഇത്തരത്തിൽ വിറ്റ്നസ് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെ, വിറ്റ്നസ് മാർക്ക് നമുക്കറിയാം നമ്മുടെ ഒരു കമ്പോണന്റിനകത്ത്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള വിറ്റ്നസ് മാർക്കുകൾ നമ്മൾ സാധാരണ ഇടാറുണ്ട്. അല്ലെ, വിറ്റ്നസ് മാർക്കുകൾ നമ്മൾ ഇങ്ങനെ ഇടാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ലൈൻ കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ടാവും. ആ ഒരു ലൈനിലൂടെ ആയിരിക്കും നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുള്ളവ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള വിറ്റ്നസ് മാർക്ക് ഇടാറുണ്ട്. അപ്പൊ വിറ്റ്നസ് മാർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 4 mm ആണ് എന്നുള്ളത് നമ്മൾ സാധാരണഗതി മിനിമം 4 mm മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അത്തരത്തിൽ 4 mm ആണ് നമ്മൾ സാധാരണഗതിയിൽ വിറ്റ്നസ് മാർക്കിന്റെ ഒരു ഡയമെൻഷൻ വെക്കാറ്, ആ ഒരു ഡിസ്റ്റൻസ് വെക്കാറുണ്ടാവുക. ഓക്കെ, രണ്ട് പഞ്ചുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻ അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ നമ്മൾ ഇത്തരത്തിൽ 4 mm മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അല്ലെ, അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ദ പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്. അപ്പൊ വിറ്റ്നസ് മാർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാണ്? സോ ഉത്തരം 60 ഡിഗ്രി പ്രിക് പഞ്ച് ആണ്. അല്ലെങ്കിൽ 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ എന്ത് വിളിക്കാം? ഡോട്ട് പഞ്ച് എന്നും വിളിക്കാം, ഡോട്ട് പഞ്ച് എന്നും വിളിക്കാം. അല്ലെ, അപ്പൊ ഇത്തരത്തിൽ 60 ഡിഗ്രി പ്രിക് പഞ്ച് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. സോ 60 ഡിഗ്രി പ്രിക് പഞ്ച് ആണ് നമ്മുടെ ആ ഒരു വിറ്റ്നസ് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്:
the part of universal surface gauge, the part of universal surface gauge which helps to draw a parallel line along the datum edge. ഇത്തരത്തിൽ ആ ഒരു ഡാറ്റം എഡ്ജിന് എലോങ് ആയിട്ട് നമ്മുടെ ആ ഒരു ജോമെട്രിക്കൽ ഫീച്ചറിന്റെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഡാറ്റം എഡ്ജിന് എലോങ് ആയിട്ട് നമ്മൾ വരയ്ക്കാൻ സഹായിക്കുന്ന യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഒരു പാർട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഗൈഡ് പിൻ ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. സോ ഗൈഡ് പിൻസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളത് യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് എവിടെ സർഫസ് യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രോ പാരലൽ ലൈൻ എലോങ് ദ ഡാറ്റം എഡ്ജ്. ആ ഒരു ഡാറ്റം എഡ്ജിന് എലോങ് ആയിട്ട് പാരലൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു പാർട്ടാണ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഒരു പാർട്ടാണ് ഗൈഡ് പിൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് എ കോമ്പിനേഷൻ സെറ്റ്? വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് എ കോമ്പിനേഷൻ ടൈപ്പ്? അപ്പൊ ഇത്തരത്തിൽ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്? കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കോമ്പിനേഷൻ സെറ്റിനകത്ത് ഇത്തരത്തിൽ നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ലീനിയർ മെഷർമെന്റ് എടുക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രൊട്രാക്ടർ ഒക്കെ ഉണ്ടത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊട്രാക്ടർ ഹെഡ് അവിടെയുണ്ട്, സെന്റർ ഹെഡ് അവിടെയുണ്ട് അല്ലെ. അത്തരത്തിൽ ആ ഒരു പ്രൊട്രാക്ടർ ഹെഡിന്റെ ഒക്കെ ആ ഒരു ആക്യുറസി വരുന്നത് എന്താ? 1 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രിസിഷൻ ഒന്നും അല്ല. നമുക്കറിയാം അത്തരത്തിലുള്ള ആംഗുലർ മെഷർമെന്റ് പ്രിസൈസ് ആയിട്ടുള്ള ബെവൽ പ്രൊട്രാക്ടർ ഒക്കെ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ 5 മിനിറ്റ്സ് വരെ ആക്യുറസി കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഇത്തരത്തിലുള്ള ബെവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ഇത്തരത്തിൽ വെർണിയർ ബെവൽ പ്രൊട്രാക്ടർ ഒക്കെ അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോൺ പ്രിസിഷൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് പെടുന്നതല്ല എന്നത് ഓർത്തിരിക്കാം. ഓക്കെ, അത്തരത്തിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ബി ആൻഡ് ഇൻസൈഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി യൂസ്ഡ് ഫോർ ഹൈലി പ്രിസിഷൻ വർക്ക്. ഓപ്ഷൻ ഡി യൂസ്ഡ് ടു ചെക്ക് ഫ്ലാറ്റ്നസ് ഒൺലി. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം വരിക ദാറ്റ് ഈസ് നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രാനൈറ്റ് ഓവർ കാസ്റ്റ് അയൺ ഇൻ മേക്കിംഗ് ഓഫ് സർഫസ് പ്ലേറ്റ്? അതായത് സർഫസ് പ്ലേറ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്, ഗ്രാനൈറ്റും യൂസ് ചെയ്യാറുണ്ട്, കാസ്റ്റ് അയണും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാസ്റ്റ് അയണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് ഗ്രാനൈറ്റിന് ഉണ്ടാവും. എന്താണ് ആ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് നോ നീഡ് ഓഫ് ഇൻസേർട്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ്. ഓപ്ഷൻ ബി റിഫ്ലക്ട് റേഡിയന്റ് ഹീറ്റ്. ഓപ്ഷൻ സി സ്ട്രെങ്ത് ഓഫ് ഗിവൺ വെയിറ്റ് ഈസ് ഹൈ. ഓപ്ഷൻ ഡി വോണ്ട് റസ്റ്റ് ബൈ മോയ്സ്ചർ. നമുക്ക് പറയാം കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അവിടെ റസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് മോയ്സ്ചർ കാരണമുള്ള റസ്റ്റ് ഉണ്ടാവില്ല അല്ലെ, ഇത്തരത്തിൽ തുരുമ്പെടുക്കില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് കെയർ ആൻഡ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം വന്നത്. അപ്പൊ ഇവിടെ നോക്കി, സർഫസ് ഓഫ് മാർക്കിംഗ് ടേബിൾ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ അപ്ലൈങ് എ തിൻ ലെയർ ഓഫ് ഓയിൽ. ഇത്തരത്തിൽ ഓയിലിന്റെ സഹായത്തോടു കൂടി കാസ്റ്റ് അയൺ നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിൽ നിന്നും ഇത്തരത്തിലുള്ള റസ്റ്റ് ഉണ്ടാവുന്നതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റ് അയണിന്റെ ഒരു പോരായ്മ ആ ഒരു റസ്റ്റ് ഫോർമേഷൻ ആണ് എന്നുള്ളത് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റിന്റെ പ്രത്യേകത അത്തരത്തിലുള്ള റസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം ഇതാണ്, ഡ്യൂറിംഗ് മാർക്കിംഗ് ദ റെഫറൻസ് സർഫസ് പ്രൊവൈഡഡ് ബൈ. ഇത്തരത്തില് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് സർഫസ് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിന് എടുക്കുക? നമ്മൾ നോക്കി, ഓപ്ഷൻ എ മാർക്കിംഗ് ഓഫ് ടേബിള്, രണ്ട് സ്കെച്ച് ഓഫ് ദ ജോബിന്റെ സ്കെച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രോയിങ്. ഓപ്ഷൻ സി പറയുന്നത് സർഫസ് ഗേജ്. ഓപ്ഷൻ ഡി പറയുന്നത് വർക്ക് പീസ് ആണ് സർഫസ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെന്ന്. നമുക്കറിയാം മാർക്കിംഗ് ഓഫ് ടേബിൾ ആണ് അല്ലെ. ഇപ്പോൾ നമ്മൾ ആ മാർക്കിംഗ് ഓഫ് ടേബിൾ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ആ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ ആ റെഫറൻസിൽ നിന്നായിരിക്കും ബാക്കി ഡയമെൻഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ഡയമെൻഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ മാർക്കിംഗ് ഓഫ് ടേബിൾ നമുക്കറിയാം, ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ മാർക്കിംഗ് ഓഫ് ടേബിൾ എന്ന് പറയുന്നുണ്ടാവുക. സോ മാർക്കിംഗ് ഓഫ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ടേബിൾ ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് സർഫസ് ഫോർ മാർക്കിംഗ് ഓൺ വർക്ക് പീസ്. ഇതിൽ വർക്ക് പീസിൽ നമുക്ക് ഇത്തരത്തിൽ ലൈൻസുകൾ അല്ലെങ്കിൽ റെഫറൻസ് സർഫസുകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ള എന്താണ്? ഇത്തരത്തിലുള്ള മാർക്കിംഗ് ടേബിളുകളാണ് അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ മാർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾ ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് സർഫസ് ഫോർ മാർക്കിംഗ് ഓൺ വർക്ക് പീസ്. വർക്ക് പീസുകളിൽ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റെഫറൻസ് സർഫസ് ആണ് നമ്മുടെ മാർക്കിംഗ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ഈസ് കോൾഡ്. അല്ലെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഹാമർ ഹെഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിഡിൽ പോർഷൻ എന്താ വിളിക്കുക? മിഡിൽ പോർഷൻ വിളിക്കുന്ന പേരാണ് ചീക്ക് എന്ന് വിളിക്കുന്നുണ്ടാവും അല്ലെ. മിഡിൽ പോർഷൻ ചീക്ക് എന്ന് വിളിക്കുന്നുണ്ടാവും, ഇത് ഫേസ് എന്ന് വിളിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇതിനെ ഹെഡ് എന്നാ വിളിക്കുക. അപ്പൊ ഹെഡിലുണ്ടാവും ഫേസ്, ചീക്ക് പ്രധാനപ്പെട്ട പോർഷനുകളാണ് എന്നുള്ളത് ഓർത്തിയ. പീൻ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലുള്ള പോർഷൻ ആണ് പീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഹാമർ ഹെഡിന്റെ മിഡിൽ പോർഷനെ വിളിക്കുന്ന പേരാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി ചീക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് ചീക്ക് എന്ന് പറയുന്നത്? എന്തായിരിക്കും?
ഹാർഡൻ ചെയ്യാത്ത ഒരു സ്ഥലം കൂടിയാണ് ചീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ 11ാമത്തെ ഉത്തരം വരെ 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, ചീക്ക് തന്നെയാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ബെഞ്ച് വൈസ് ആർ സ്പെസിഫൈഡ് ബൈ, അല്ലെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ബെഞ്ച് വൈസസ് ആർ സ്പെസിഫൈഡ് ബൈ ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ദ ഫിക്സഡ് ജോ, ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് സ്പിൻഡിൽ, ഓപ്ഷൻ സി മൂവിംഗ് ഡിസ്റ്റൻസ് ഓഫ് ദ മൂവബിൾ ജോ, ഓപ്ഷൻ ഡി വിഡ്ത്ത് ഓഫ് ദ ജോ. നമുക്കറിയാം ഓപ്ഷൻ ഡി വിഡ്ത്ത് ഓഫ് ദ ജോ തന്നെയാണ് നമ്മുടെ ബെഞ്ച് വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ബെഞ്ച് വൈസ് ആർ സ്പെസിഫൈഡ് ബൈ ദ വിഡ്ത്ത് ഓഫ് ദ ജോ എന്നുള്ളത് ഓർത്തിരിക്കാം. 13ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: കോമ്പിനേഷൻ പ്ലെയർ ആർ നോട്ട് യൂസ്ഡ് ഫോർ, നോട്ട് യൂസ്ഡ് ഫോർ. അപ്പൊ ഇത്തരത്തിൽ പ്ലെയേഴ്സിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്താ? ഒന്നെങ്കിൽ ഇത്തരത്തിൽ കട്ടിംഗ് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ഹാമറിംഗ് ആണ്. അപ്പൊ ഹാമറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രൈക്കിംഗ് പർപ്പസ് ആണ്, അല്ലെ? ഇത്തരത്തിൽ ഹാമറിംഗ് ചെയ്യാൻ പറ്റുമോ ഇതുപോലെ പ്ലെയർ കൊണ്ട്? നമുക്കതില്ല. സോ ഓപ്ഷൻ ബി ആണ് നോട്ട് യൂസ്ഡ് ഫോർ ഹാമറിംഗ്. ഇത്തരത്തിൽ കോമ്പിനേഷൻ പ്ലെയേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഹാമറിംഗ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് സ്ക്രൂ ഡ്രൈവർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് സ്റ്റാർ ഹെഡഡ് സ്ക്രൂ? ഇത്തരത്തില് സ്റ്റാർ ഹെഡഡ് സ്ക്രൂസ് ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള സ്റ്റാർ ഹെഡഡ് സ്ക്രൂസ്. അപ്പൊ സ്റ്റാർ ഹെഡഡ് സ്ക്രൂസിനെയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കണക്ടർ സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ ബി ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ സി ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ ഡി ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക? ദാറ്റ് ഈസ് ഇത്തരത്തിലുള്ള സ്റ്റാർ ഹെഡ് സ്ക്രൂസുകളെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ. 15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് നാരോ സ്റ്റീൽ റൂൾ? അതിൽ പലതരത്തിലുള്ള സ്റ്റീൽ റൂളുകൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നാരോ സ്റ്റീൽ റൂളിന്റെ ആ ഒരു ഡയമെൻഷൻ വിഡ്ത്ത് എന്താണെന്നുള്ളതാണ് ചോദ്യം. വിഡ്ത്തിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 3 mm കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. നമുക്കറിയാം 5 mm ആണ്, അല്ലെ? 5 mm ആണ് നമ്മുടെ ആ ഒരു വിഡ്ത്ത്. നാരോ സ്റ്റീൽ റൂളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 mm ആണ്. അപ്പോൾ ഇത്തരത്തിൽ നാരോ സ്റ്റീൽ റൂളിന്റെ വിഡ്ത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ദ വിഡ്ത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 5 mm ആൻഡ് ദ തിക്നെസ് ഈസ് 2 mm. ഇത്തരത്തിൽ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 5 mm ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉത്തരം പറയാം, ദാറ്റ് ഈസ് നാരോ സ്റ്റീലിന്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 5 mm ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ആണ്. അപ്പൊ ഇത്തരത്തിൽ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവറിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള സ്റ്റാർ ഒക്കെ നമുക്ക് എന്താണ്, സ്റ്റാർ ഹെഡോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോട്ടോട് കൂടിയിട്ടുള്ള ആ ഒരു ഹെഡൊക്കെ അല്ലെങ്കിൽ സ്ക്രൂസ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ട്രൈ സ്ക്വയർ ഈസ് യൂസ്ഡ് ടു സെറ്റ് വർക്ക് പീസ് ഓഫ് റൈറ്റ് ആംഗിൾസ് ഓൺ. ഇത്തരത്തിൽ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് ട്രൈ സ്ക്വയർ നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, നമുക്കറിയാം പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഇത്തരത്തിൽ ദാറ്റ് ഈസ് ട്രൈ സ്ക്വയർ ഈസ് യൂസ്ഡ് ടു സെറ്റ് വർക്ക് പീസ് ഓഫ് റൈറ്റ് ആംഗിൾസ് ഓൺ ബ്ലേഡ്, ഓപ്ഷൻ ബി മെഷീൻസ്, ഓപ്ഷൻ സി സർഫസസ് ആൻഡ് ഓപ്ഷൻ ഡി വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ആൻസർ കീയിൽ, നമ്മുടെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീയിൽ നമ്മുടെ വന്നത്തെ ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. അതായത് ട്രൈ സ്ക്വയർ ഈസ് യൂസ്ഡ് ടു സെറ്റ് വർക്ക് പീസ് ഓഫ് റൈറ്റ് ആംഗിൾസ് ഓൺ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. എന്നാൽ നമുക്ക് ഉത്തരമായി വരാൻ സാധ്യതയുള്ള മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ആംഗിൾസ് ഓൺ സർഫസസ് എന്നുള്ളത് ഒരു എന്താണ് ഉത്തരവും കൂടി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം തരത്തിലുള്ള സർഫസ്, അതായത് ഒരു റഫറൻസ് സർഫസ് വെച്ചിട്ട് ആ റഫറൻസ് സർഫസിനാണ് മറ്റൊരു 90 ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ നമുക്കറിയാം ബ്ലേഡും സ്റ്റോക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മെഷീൻ ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ സ്റ്റോക്കിൽ വെച്ചിട്ട് നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ട പോർഷൻ നമ്മൾ ബ്ലേഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോയിൻസൈഡ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുക സാധാരണ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് വിച്ച് യൂസ് ടു ചെക്ക് ദ സ്ക്വയർനെസ് ഓഫ് എ സർഫസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓഫ് സർഫസ്. ഇത്തരത്തിൽ സർഫസുകളുടെ ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇത്തരത്തിൽ സർഫസ് ആണോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണോ? എന്നാൽ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ഈ പ്രകാരം ഉത്തരം വന്നിട്ടുള്ളത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: അറ്റ് വിച്ച് പാർട്ട് ഓഫ് പ്രിസിഷൻ സ്ട്രെയിറ്റ് എഡ്ജ് ഈസ് ജനറലി ലാപ്ഡ്? നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രിസിഷൻ സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് എഡ്ജിന്റെ ഏത് പാർട്ടാണ് സാധാരണഗതി ജനറലി ലാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ് ചെയ്തുള്ള സർഫസ് എന്ന് പറയുന്നത്? സോ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് എഡ്ജസ് ഒള്ളി എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഇത്തരത്തിലുള്ള എഡ്ജസ് ഒള്ളി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അറ്റ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസിഷൻ സ്ട്രെയിറ്റ് എഡ്ജ് ഈസ് ജനറലി ലാപ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എഡ്ജസ് ഒള്ളി എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ബിവൽ ഈസ് യൂസ്ഡ് ഫോർ, അല്ലെ? ബിവൽ എന്ന് പറയുന്ന ബിവൽ ഗേജ് എന്തിനു വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ദാറ്റ് ഈസ് കട്ടിംഗ് ടിമ്പർ, അല്ലെ? മരം മുറിക്കാനാണോ? അല്ല. നമുക്കറിയാം കട്ടിംഗ് വുഡ്, ഇത്തരത്തിലുള്ള വുഡുകൾ മുറിക്കാനാണോ? അല്ല. അതുപോലെ തന്നെ സെറ്റിംഗ് ആംഗിൾസ് അതർ ദാൻ റൈറ്റ് ആംഗിൾ ആൻഡ് ഓപ്ഷൻ ഡി സെറ്റിംഗ് റൈറ്റ് ആംഗിൾസ്. അപ്പൊ അത്തരത്തിൽ ബിവൽസ് ആർ യൂസ്ഡ് ഫോർ, അല്ലെ? നമുക്കറിയാം ഓപ്ഷൻ സി സെറ്റിംഗ് ആംഗിൾസ് അതർ ദാൻ റൈറ്റ് ആംഗിൾ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്.
19ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ഓഫ് എ സെർട്ടൈൻ ക്വാണ്ടിറ്റി വിത്ത് ട്രൂ വാല്യൂ. ഇത്തരത്തിൽ ആ ട്രൂ വാല്യൂ ആയിട്ട് നമുക്ക് എന്താണ് വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെ, ഇത്തരത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ഓഫ് എ സെർട്ടൈൻ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ട്രൂ വാല്യൂ അല്ലെ. ട്രൂ വാല്യൂ നിന്നും നമ്മൾ മെഷേർഡ് വാല്യൂ എത്രത്തോളം ക്ലോസ് ആവുന്നുള്ളത് എന്തിനാണ്, അത് ആക്യുറസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ഇത്തരത്തിൽ ആക്യുറസി ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, ആക്യുറസി. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വൺ യാർഡ് എന്ന് പറയുന്നത് എത്ര ഇഞ്ച് ആണെന്നുള്ളതാണ്. സോ ഒരു യാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 36 ഇഞ്ചാണ് കേട്ടോ. ഒരു യാർഡ് എന്ന് പറയുന്നത് എത്ര അടിയാണ്? അവിടെ 3 ഫീറ്റ് ആണ്. 3 ഫീറ്റ്. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ 3 ഫീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 12 3 36 ഇഞ്ചാണ് വരുന്നുണ്ടാവുക. സോ 1 യാർഡ് ഈസ് ഈക്വൽ ടു 36 ഇഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കാം. 1 യാർഡ് ഈസ് ഈക്വൽ ടു 36 ഇഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ commonly used file to finish inside the teeth of gear wheels. അതായത് ഗിയർ വീലുകളുടെ ഇൻസൈഡ് പോർഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് മിൽസോ ഫയൽ, ഓപ്ഷൻ ബി റിഫ്ലർ ഫയൽ, ഓപ്ഷൻ സി ക്രോസ് ഫയൽ, ഓപ്ഷൻ ഡി ബെററ്റ് ഫയൽ. ഇത്തരത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൽ നമുക്ക് ഷാർപ്പ് കോർണേഴ്സിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ബെററ്റ് ഫയൽ ആണ്. സോ ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ബെററ്റ് ഫയൽ നമുക്ക് ഇത്തരത്തിൽ ആ ടീത്തുകൾ അല്ല ഗിയറിന്റെ ഒക്കെ ടീത്തുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫയലാണ് ബെററ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം: മിൽസോ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ഒരു മില്ല് ഇത്തരത്തിൽ സോ മില്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഹാക്സോ അല്ലെ, സോയുടെ ടീത്തുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽസോ ഫയൽ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഫയൽ ഇസ് നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ. അപ്പൊ അത് കഴിഞ്ഞ തവണയും ചോദിച്ച ചോദ്യം തന്നെയാണ്. ഫിഷ് ബാക്ക് ഫയലിന്റെ മറ്റൊരു പേരെന്താണ്? സോ ഓപ്ഷൻ എന്താണ്? സംശയം വേണ്ട, ഓപ്ഷൻ ബി ക്രോസിംഗ് ഫയൽ തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ക്രോസിംഗ് ഫയൽ തന്നെയാണ് നമ്മൾ ഫിഷ് ബാക്ക് ഫയൽ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം: അപ്പോൾ ബെററ്റ് ഫയലുമായി ബന്ധപ്പെട്ട് ദ ഫയൽ ദാറ്റ് ഹാസ് ഫ്ലാറ്റ് ട്രയാങ്കുലർ ഫേസ് വിത്ത് ടീത്ത് ഓൺ ദ വൈറ്റ് ഫേസ് ഓൺലി ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഷാർപ്പ് കോർണേഴ്സ്. അതായത് ഷാർപ്പ് കോർണേഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫയലാണ് ബെററ്റ് ഫയൽ എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The hacksaw blade of 300 mm length has 375 teeth. What is the classification that the type of set of the blade? ഇത്തരത്തില് തന്നിരിക്കുന്ന ഹാക്സോ ബ്ലേഡിന്റെ 300 mm ലെങ്ത് ആണ്. അതിന് നമ്പർ ഓഫ് ടീത്ത് 375 ടീത്ത് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏത് ഫൈൻ ആണോ അല്ലെങ്കിൽ ഏത് സെറ്റ്, വേവ് സെറ്റ് ആണോ സ്റ്റാഗേർഡ് ആണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫൈൻ ആൻഡ് വേവ് സെറ്റ്, ഓപ്ഷൻ ഡി മീഡിയം ആൻഡ് വേവ് സെറ്റ്, ഓപ്ഷൻ ഡി മീഡിയം ആൻഡ് സ്റ്റാഗേർഡ് സെറ്റ്, ഓപ്ഷൻ ഡി ഫൈൻ സ്റ്റാഗേർഡ് സെറ്റ്. അപ്പൊ ഇവിടെ ഉത്തരം വരാൻ സാധ്യത എന്താണ്? ദാറ്റ് ഈസ് ഫൈൻ ആൻഡ് വേവ് സെറ്റ് ആണ്. ഫൈൻ ആൻഡ് വേവ് സെറ്റ്. അതെങ്ങനെയാണ് ഉത്തരം വരിക നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ 300 mm ലെങ്തിൽ എത്ര നമ്പർ ഓഫ് ടീത്ത് ആണ്? 375 ടീത്ത് ആണ്. അപ്പോൾ അതിന്റെ പിച്ച് എന്ന് പറയുന്നത് 300 / 375 0.8 വരുന്നുണ്ടാവും. അപ്പൊ പിച്ച് എന്ന് പറയുന്നത് 0.8. നമുക്കറിയാം പിച്ച് 0.8. അതുപോലെ തന്നെ 1, അതുപോലെ തന്നെ ഓവർ 1 mm ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അതിന്റെ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 0.8 ആണെന്നുണ്ടെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് അതിന്റെ സെറ്റ് എന്ന് പറയുന്നത് വേവ് സെറ്റ് ആണ് അല്ലെ. 0.8 mm ആണ് പിച്ച് എന്നുണ്ടെങ്കിൽ വേവ് സെറ്റ് ആണ്. 1 mm ആണെന്നുണ്ടെങ്കിൽ വേവ് സെറ്റ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് എന്ന് പറയാം. 1 mm മുകളിലാണ് പിച്ച് എന്നുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പൊ 0.8 ആയതുകൊണ്ട് തന്നെ നമുക്ക് വേവ് സെറ്റ് ആണെന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് കറസ്പോണ്ടിങ് എന്താണ്, ആ ഒരു കോഴ്സ് ആണോ ഫൈൻ ആണോ മീഡിയം ആണോ നോക്കിയാൽ മതി അല്ലെ. നമുക്കറിയാം 0.8 പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എന്താണ്? ഫൈൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഫൈൻ ആൻഡ് വേവ് സെറ്റ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം, ഫൈൻ ആൻഡ് വേവ് സെറ്റ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ സ്ക്രാപ്പർ ഈസ് യൂസ്ഡ് ടു സ്ക്രാപ്പ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജ് ഓഫ് ഹോൾസ്. ഇത്തരത്തിൽ ആ ഒരു ചോദ്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് സ്മോൾ ഡയമീറ്റർ ഹോളുകളും അതുപോലെ തന്നെ എഡ്ജസ് ഓഫ് ഹോളൊക്കെ അവിടെ ഉണ്ടാകുന്ന ബെറൊക്കെ ഡീബർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സോ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ട്രയാങ്കുലർ ഫയൽ ആണ് കേട്ടോ. സോ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ട്രയാങ്കുലർ ഫയൽ ആണ്. കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഉത്തരം ട്രയാങ്കുലർ ഫയൽ ആണ്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഹൂക്ക് സ്ക്രാപ്പർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. കാര്യം ഇത്തരത്തിലുള്ള നമുക്കറിയാം ദാറ്റ് ഈസ് ട്രയാങ്കുലർ സ്ക്രാപ്പേഴ്സ് ആണ് നമ്മൾ സാധാരണഗതിയിൽ സ്മോൾ ഡയമീറ്റർ ഹോളുകളും അതുപോലെ തന്നെ ഹോളുകളൊക്കെ ഡീബർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. where will you concentrate while chipping? അല്ലെ, 25ാമത്തെ ചോദ്യമാണ്. where will you concentrate while chipping? ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഹാൻഡ് ഓഫ് ഹോൾഡിംഗ് അല്ലെങ്കിൽ ഹാൻഡ് ഹോൾഡിംഗ്, കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ചിസൽ, ഹെഡ് ഓഫ് ദ ചിസൽ, ഹെഡ് ഓഫ് ദ ഹാമർ. ഇത്തരത്തില് ഹാമറിന്റെ ഹെഡിലാണോ ചിസലിന്റെ ഹെഡിലാണോ അല്ലെങ്കിൽ കൈകൊണ്ട് ഹോൾഡ് കയ്യിലാണോ അതുപോലെ തന്നെ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ചിസലിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ചിസൽ തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. കൃത്യമായിട്ട് ഒരു ആംഗിൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ.
അപ്പോൾ നമ്മളുടെ നേരത്തെ വന്നൊരു ചോദ്യം ദാറ്റ് ഇസ് ത്രീ സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ സ്ക്രാപ്പറുമായി ബന്ധപ്പെട്ട് ഇറ്റ്സ് ഷേപ്പ് ഈസ് ട്രയാങ്കിൾ ആൻഡ് ഹാസ് 3 കട്ടിംഗ് എഡ്ജ്, സോ ദിസ് ഈസ് കോൾഡ് ട്രയാങ്കുലർ സ്ക്രാപ്പർ എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജസ് ഓഫ് ആക്യുറേറ്റ് ഹോൾ എന്നുള്ള എടുത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 3 സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ സ്ക്രാപ്പേഴ്സ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ? അപ്പൊ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള മെഷീനാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഹെവി വർക്കുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു ആം ഉണ്ട്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ റേഡിയലി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആമോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ നോക്കി, ഹെവി വർക്ക് പീസ് ക്യാൻ ബി മെഷീൻ ഇൻ എനി പൊസിഷൻ വിത്തൗട്ട് മൂവിംഗ് ദം. ഇത്തരത്തിൽ ഏത് വർക്കായാലും നമുക്ക് എന്താണ് മൂവ് ചെയ്യാതെ തന്നെ നമുക്ക് ആ മെഷീന്റെ സഹായത്തോട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കമ്പോണന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ആണ് നമ്മുടെ ആ ഒരു ഓപ്ഷൻ എ വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ കൊടുത്തു. ഓപ്ഷൻ ബി നോക്കി, ഇറ്റ് ഈസ് ആക്യുറേറ്റ്, എക്കണോമിക്കൽ, പോർട്ടബിൾ ആൻഡ് ലീസ്റ്റ് ടൈം കൺസംഷൻ വൈൽ മെഷീനിങ്. ഇത്തരത്തിൽ അത് പോർട്ടബിൾ അല്ല, അത് വളരെ ഹെവി ആയിട്ടുള്ളത് നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പാണ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് വെരി കോമ്പാക്റ്റബിൾ ആൻഡ് ഹാൻഡി ഫോർ, അത്ര ഹാൻഡി ആയിട്ടല്ല, അത്ര ഹെവി ആയിട്ടുള്ള ഒരു മെഷീനാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, സ്മോൾ വർക്ക് പീസ് ക്യാൻ ബി മെഷീൻഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അല്ലെ, ഇത്തരത്തിൽ കുറച്ച് സ്മോൾ വർക്ക് പീസിനെക്കാട്ടി കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്ക് പീസുകൾ നമുക്ക് എന്താണ് നമുക്ക് കൃത്യമായിട്ട് മെഷീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മുടെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യം, ലോ ഹെലിക്സ് ആംഗിൾ ഡ്രിൽ ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ്. ലോ ഹെലിക്സ് ആംഗിൾ ഡ്രിൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ ഓപ്ഷൻ എ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ബി കാസ്റ്റ് സ്റ്റീൽ, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്സ്. ഇത്തരത്തിൽ ലോ ഹെലിക്സ് ആംഗിൾ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് പൊതുവെ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, പ്ലാസ്റ്റിക്സിലാണ് നമ്മൾ സാധാരണഗതിയിൽ ലോ ഹെലിക്സ് ആംഗിൾ ഡ്രില്ലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഹെലിക്സ് ആംഗിളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ലോ ഹെലിക്സ് ആംഗിൾ ഡ്രിൽ വാസ് ഡെവലപ്ഡ്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന എവിടെയാണ്, ദാറ്റ് ഈസ് used for deep holes in aluminum, copper, die-cast material and other materials like that is other materials like പ്ലാസ്റ്റിക്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഹൈ ഹെലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അലൂമിനിയം, കോപ്പർ, ഡൈകാസ്റ്റ് മെറ്റീരിയൽ, അതർ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലോ ഹെലിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്സിലും അതുപോലെ തന്നെ അതർ തിൻ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ലോ ഹെലിക്സ് ആംഗിൾ നമ്മൾ സാധാരണഗതിയിൽ ബ്രാസ്, അതുപോലെ തന്നെ തിൻ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്സിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ലോ ഹെലിക്സ് ആംഗിൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഹൈ ഹെലിക്സ് ആണെന്നുണ്ടെങ്കിൽ അലൂമിനിയം, കോപ്പർ, ഡൈകാസ്റ്റ് മെറ്റീരിയൽ, അത്തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ സാധാരണ ഹൈ ഹെലിക്സ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, യൂഷ്വലി ആ ഒരു ഹെലിക്സ് ആംഗിൾ ഒരു 30 ഡിഗ്രി സാധാരണ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഉത്തരം എന്താ വരിക, പ്ലാസ്റ്റിക്സിലാണ് നമ്മൾ സാധാരണഗതിയിൽ ലോ ഹെലിക്സ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. മറ്റു ചോദ്യം, the distance a drill advances into job in one complete revolution is known as, അല്ലെ, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം താഴേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. സോ നമുക്കറിയാം ഓപ്ഷൻ സി ഫീഡ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക അല്ലെ. RPM എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ്, കട്ടിംഗ് സ്പീഡ്, അതുപോലെ തന്നെ മെഷീൻ സ്പീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്, ഫീഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, സോ രണ്ടാമത്തെ 29ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഫീലർ ഗേജ്? ഇൻകറക്റ്റ് അബൌട്ട് ഫീലർ ഗേജ്. അപ്പൊ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ബ്ലേഡ്സ് ആർ ഹിഞ്ച്ഡ് ഇൻ എ ഷീറ്റ്. ഇതല്ല, അത് ഹിഞ്ച് ചെയ്തിട്ടുള്ള കുറെ അധികം ബ്ലേഡുകൾ ഇങ്ങനെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് നമുക്കറിയാം. ഈച്ച് തിൻ ബ്ലേഡ് ഈസ് ഇന്റർലീവ്ഡ് ബിറ്റ്വീൻ 2 തിക്ക് ബ്ലേഡ്. ഇത്തരത്തിൽ 2 തിക്ക് ബ്ലേഡുകൾക്കിടയിൽ നമ്മൾ സാധാരണ നമ്മൾ ചെറിയൊരു തിൻ ബ്ലേഡ് വെക്കാറുണ്ട്. ഫീലർ ഗേജ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് സ്പാർക്ക് പ്ലഗ്. ഇത്ര ഗ്യാപ്പ്, സ്പാർക്ക് പ്ലഗിലുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഫീലർ ഗേജുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ എ നോക്കിയേ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഫീലർ ഗേജ് ഹാസ് നമ്പർ ഓഫ് ബ്ലേഡ്സ് ഓഫ് ഈക്വൽ തിക്നസ്. അത് ഈക്വൽ തിക്നസ് ആണോ? അല്ല, അല്ലെ, ഡിഫറെന്റ് തിക്നസ് ഉള്ള ബ്ലേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഗ്യാപ്പ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ തന്നെയാണ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, ഇൻ ഗ്രൈൻഡിംഗ് വീൽ സ്പെസിഫൈഡ് ബൈ C70 G7 R28, ഹിയർ C സ്റ്റാൻഡ്സ് ഫോർ. സി എന്താ പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറയുന്നത് നമ്മൾ കറസ്പോണ്ട് അബ്രസീവ് മെറ്റീരിയൽ ആണ്. അലൂമിനിയം ഓക്സൈഡ് ആണോ, ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് ആണോ, ഡയമണ്ട് ആണോ, സിലിക്കൺ കാർബൈഡ് ആണോ? നമുക്ക് ഉത്തരം എന്താ വരിക? സിലിക്കൺ കാർബൈഡ് ആണ് നമ്മൾ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് സിലിക്കൺ കാർബൈഡ് ആണ്. അപ്പൊ അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് ബി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, സിലിക്കൺ കാർബൈഡ് സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, ഡയമണ്ട് ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം വന്നെന്താ? സിലിക്കൺ കാർബൈഡ് ആണ് ഓപ്ഷൻ സി, അല്ലെങ്കിൽ നമ്മുടെ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക.
മറ്റു ചോദ്യം, an outside micrometer has negative error. ഇത്തരത്തിൽ നെഗറ്റീവ് എറർ ആണെന്നുണ്ടെങ്കിൽ the correct reading can be taken by. ഇത്തരത്തിൽ നെഗറ്റീവ് എറർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റീഡിംഗ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഒരു ഔട്ട്സൈഡ് കാലിപ്പറിനകത്ത്, ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എറർ ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റീഡിംഗ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം നോക്കി, ആഡിങ് ദ നെഗറ്റീവ് എറർ ഇൻ ആക്ച്വൽ റീഡിംഗ്. ഇത്തരത്തിൽ ആ ഒരു ആക്ച്വൽ റീഡിങ്ങോടുകൂടി നമ്മൾ എന്താ നെഗറ്റീവ് എറർ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി, അപ്പോൾ അത് സീറോയിൽ നിന്നും പുറത്തേക്ക് നെഗറ്റീവായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം നമ്മുടെ ആ ഒരു മെഷർമെന്റിനോടൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് കിട്ടുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വേർ വിൽ ബി the vernier scale is present in the vernier bevel protractor. അപ്പോൾ വെർനിയർ ബെവൽ പ്രൊട്രാക്ടറിനകത്ത് എവിടെയാണ് വെർനിയർ സ്കെയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ പ്ലേറ്റ്, ഓപ്ഷൻ ബി ബേസ് പ്ലേറ്റ്, ഓപ്ഷൻ സി സർക്കുലർ പ്ലേറ്റ്, ഓപ്ഷൻ ബി മെയിൻ ബോഡി. അപ്പൊ നമുക്കറിയാം സർക്കുലർ പ്ലേറ്റിലാണ് നമ്മൾ ആ ഒരു വെർനിയർ സ്കെയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ഫോർ ജനറൽ യൂസ് മെഷറിംഗ് ടിപ്പ് ഓഫ് കമ്പാരേറ്റർ ഷുഡ് ബി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദാറ്റ് ഈസ് ജനറൽ യൂസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കമ്പാരേറ്റർ ആസ് പെർ ദ പ്രൊവിഷണൽ കീ നമ്മുടെ ഉത്തരം വന്നേക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് സ്പെറിക്കൽ ആയിട്ടുള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പം ഇത്തരത്തിൽ കമ്പാരേറ്ററിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ജനറൽ പർപ്പസുകൾക്ക് ഇത്തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫ്ലാറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടും നമ്മൾ ഇത്തരത്തിൽ ഫ്ലാറ്റ് ആയിക്കോട്ടെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിക്വയർമെന്റ് അനുസരിച്ച് മാറും. എങ്കിൽ തന്നെയും ഇവിടെ ഉത്തരം വന്നിട്ടുള്ളത് സ്പെറിക്കൽ ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, മറ്റു ചോദ്യം, ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ് ഡാഷ് സ്ലിപ്പ് ഗേജ് ഇസ് യൂസ്ഡ്. അപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 0 ഗ്രേഡ് 2 സെക്കൻഡ് ഗ്രേഡ് 0 ഗ്രേഡ്. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ്, ദാറ്റ് ഈസ് 0 ഗ്രേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. 0 ഗ്രേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആക്യുറസി, ദാറ്റ് ഈസ് കാലിബ്രേഷൻ ഗ്രേഡ്. 0 ആക്യുറസി ആണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്പെക്ഷൻ ഗ്രേഡ്. ഫസ്റ്റ് ആക്യുറസി ആണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഗ്രേഡ്. സെക്കൻഡ് ആക്യുറസി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ജനറൽ വർക്ക്ഷോപ്പ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഗ്രേഡ് 0 ആണ് നമ്മുടെ ഒരു ഇൻസ്പെക്ഷൻ, ദാറ്റ് ഈസ് ഇൻസ്പെക്ഷൻ പർപ്പസുകൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ലിപ്പ് ഗേജസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, എക്സ്റ്റേണൽ ടേപ്പർ ക്യാൻ ബി ആക്യുറേറ്റ്ലി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ടേപ്പർ സർഫസുകൾക്ക് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ്. ദാറ്റ് ഈസ് സൈൻ ബാർ ആൻഡ് സ്ലിപ്പ് ഗേജസ്. അപ്പൊ സൈൻ ബാറും സ്ലിപ്പ് ഗേജും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആംഗുലർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടേപ്പർ ഒക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഫിക്സ്ചറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിരുന്നത് ഇറ്റ് അഷ്യൂർസ് ഹൈ ആക്യുറസി ഓഫ് പാർട്ട്, ഹൈ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗൈഡ് ദ കട്ടിംഗ് ടൂൾ. അപ്പൊ നമുക്കറിയാം അത് ജിഗ്സ് ആണ് അത് കട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യുന്നത് ജിഗ്സ് ആണെന്നുള്ളത് അറിയാം. സോ ഓപ്ഷൻ ബി നമുക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, മറ്റു ചോദ്യം നോക്കാം, മറ്റു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് വർക്ക് ഹോൾഡ് ചെയ്യുന്നു, കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പൊസിഷൻ ദ വർക്ക്, കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താ? ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി ആണ് 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗൈഡ് ദ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നുണ്ട്. അത് ജിഗ്സിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. ജിഗാണ് ഗൈഡ് ചെയ്യുന്നുണ്ടാവുക ടൂളിനെ. ഇവിടെ ഫിക്സ്ചർ അത് ഗൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. ദാറ്റ് ഈസ് 37ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, അപ്പർ ഡീവിയേഷൻ ഈസ് ആൽജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് കറസ്പോണ്ടിങ് ബേസിക്സ്. ഇത്തരത്തിൽ അപ്പർ ഡീവിയേഷൻ ഉണ്ട്, ലോവർ ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ ബേസിക്സ് ആയിട്ട് മുകളിലേക്കുള്ളതാണ് നമ്മുടെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് വരെയാണ്. ഇത്തരത്തിൽ ബേസിക് സൈസിൽ നിന്നും മാക്സിമം ലിമിറ്റ് ഓഫ് സൈസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പർ ഡീവിയേഷൻ ഇസ് ആൽജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ലിമിറ്റ് ഓഫ് ദ സൈസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ബേസിക് സൈസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, മിനിമം ക്ലിയറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് സൈസ് ഓഫ് ഹോൾ ആൻഡ് ഡാഷ് സൈസ് ഓഫ് ഷാഫ്റ്റ്. ഇത്തരത്തിൽ മിനിമം ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോള് ചെറുതും ആവണം, അതുപോലെ തന്നെ എന്താണ് ഹോള് ചെറുതും ആവണം, ഷാഫ്റ്റ് വലുതുമാണോ അല്ലെ. അപ്പം മിനിമം ഹോളും മാക്സിമം ഷാഫ്റ്റും നോക്കി, മിനിമം ഹോൾ ആൻഡ് മാക്സിമം ഷാഫ്റ്റ്. അപ്പം മിനിമം ഹോളും മാക്സിമം ഷാഫ്റ്റും ആകുമ്പോൾ മാക്സിമം ഷാഫ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്രയാണ് മാക്സിമം ഷാഫ്റ്റ് എന്നുണ്ടെങ്കിൽ ഇടയിലുള്ളതാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ അതാണ് മിനിമം ക്ലിയറൻസ്. അപ്പം മിനിമം ക്ലിയറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പൊ മാക്സിമം ക്ലിയറൻസ് കിട്ടണമെങ്കിൽ എന്താ? വലിയ ഷാഫ്റ്റും അതുപോലെ വലിയ സൈസ് ഹോളും ചെറിയ ഷാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമം ക്ലിയറൻസ് കിട്ടിയേനെ. അപ്പൊ മിനിമം ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഹോളും മാക്സിമം ഷാഫ്റ്റും ആണ് കറസ്പോണ്ടിങ് അവിടെ വരുന്നുണ്ടാവുക. സോ മിനിമം സൈസ്, ദാറ്റ് ഈസ് മിനിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് അല്ലെ. മിനിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ
ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, the error which arise when the zero of main scale reading and vernier scale reading do not coincide upon joining the two are. ഇത്തരത്തിൽ നമ്മൾ ആ ഒരു കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സീറോയിൽ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എററിനെ എന്താ വിളിക്കുക? ദാറ്റ് ഈസ് സീറോ എറർ. അതിനെ വിളിക്കുന്ന പേരാണ് സീറോ എറർ എന്ന് പറയുന്നുണ്ടാവുക. മറ്റു ചോദ്യം, ഇൻ എ ഹോൾ, ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ് പെയർ, ദ ഡെസിഗ്നേഷൻ 40H7/D9, the numbers 7 and 9 indicates. നമുക്കറിയാം ഇത്തരത്തിൽ 7 and 9 എന്ന് പറയുന്നത് എന്താണ്? 7 and 9 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോളറൻസ് ഗ്രേഡ് ആണ്. ടോളറൻസ് ഗ്രേഡ് ആണ് നമ്മൾ 7 അല്ലെങ്കിൽ 9 എന്ന് പറയുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. 41, വിച്ച് ത്രെഡ് ഹാസ് കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള സ്ക്വയർ അതുപോലെ തന്നെ വി ത്രെഡ്, സ്ക്വയർ വി ത്രെഡ് ഇത്തരത്തിൽ 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കറിയാം ബട്രസ് ത്രെഡ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ബട്രസ് ത്രെഡ് അല്ലെ. ബട്രസ് ത്രെഡ് ആണ് നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ദ ത്രെഡ്, ദാറ്റ് ഈസ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ് അല്ലെ. ഇത്തരത്തിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ആൻഡ് വി ത്രെഡ് ആണ് ദാറ്റ് ഈസ് ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, വിച്ച് കീ ട്രാൻസ്മിറ്റ് പവർ ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ളി. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ പ്രത്യേകിച്ച് എന്താണ്, ഇത് ഹബ്ബായിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു ഹബിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. സോ അതെന്താണ് ഇത്തരത്തിലുള്ള കീനെ വിളിക്കുന്ന പേരാണ് സാഡിൽ കീ അല്ലെ. സാഡിൽ കീ. അപ്പോൾ സാഡിൽ കീ ആണ് നമ്മൾ ഇത്തരത്തിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് കീ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ദ കീ ട്രാൻസ്മിറ്റ് പവർ ത്രൂ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓൺലി മീൻസ് വാട്ട്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, സാഡിൽ കീ അല്ലെ. സാഡിൽ കീ. അപ്പോൾ സാഡിൽ കീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഹബിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ ഒരു ഡെപ്ത് ഹബിൽ മാത്രമേ നമ്മളവിടെ ഗ്രൂവ് കട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു. അപ്പോൾ ഷാഫ്റ്റിന്റെ സർഫസിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് അവിടെ എന്താണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ സംഘ കീ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിലും നമ്മൾ ആ ഒരു കീ വേ കട്ട് ചെയ്യുന്നുണ്ടാവും. രണ്ടിലും കീ വേ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഘ കീ എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് ബോൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബെയറിംഗ്സ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് ബെയറിംഗിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോൾട്ട് ആണ് സ്ക്വയർ ഹെഡഡ് ബോൾട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോ ദ ബോൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബെയറിംഗ്സ് ഓഫ് ഷാഫ്റ്റ്, ദാറ്റ് ഈസ് സ്ക്വയർ ഹെഡഡ് ബോൾട്ട് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 44ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി നട്ട് വിച്ച് ഈസ് എ ഹെക്സഗണൽ നട്ട് വിത്ത് എ വാഷർ. ഇത്തരത്തിൽ ഹെക്സഗണൽ നട്ടോട് കൂടി അല്ലെ, നട്ടിനോടൊപ്പം തന്നെ വാഷർ കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാൻജ്ഡ് നട്ട്. ഇത്തരത്തിൽ എന്താണ് ഹെക്സഗണൽ നട്ടോട് കൂടി തന്നെ എന്താണ് ഹെക്സഗണൽ നട്ടോട് കൂടി തന്നെ എന്താണ് ചെറിയൊരു ഒരു ഫ്ലാഞ്ച് പോലെ ഒരു സ്ക്വയർ വാഷർ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ദാറ്റ് ഈസ് അതുകൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടാവും അല്ലെ, അതുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പാണ് നമ്മുടെ ആ ഒരു ഫ്ലാൻജ്ഡ് നട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. ഇതുപോലെ ഡോമ് നട്ട് അതുപോലെ തന്നെ വിങ് നട്ട് സാധാരണ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൈകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റുന്നതാണ് വിങ് നട്ട്, ഡോം നട്ട്, ക്യാപ് നട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മുകളിൽ ഇങ്ങനെ ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപ്പ് ടൈപ്പ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ക്വാർട്ടർ ജോയിന്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ഡാഷ് ടു ഡാഷ് റോഡ്. ക്വാർട്ടർ ജോയിന്റുകൾ നമ്മൾ സാധാരണഗതിയിൽ കോ ആക്സിയൽ ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളുടെ ആക്സിസ് ഒരേ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആ ഒരു ക്വാർട്ടർ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ക്വാർട്ടർ ജോയിന്റ് യൂസ് ചെയ്യാറുള്ളൂ. സോ ഓപ്ഷൻ എ കോ ആക്സിയൽ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് കപ്ലിംഗ് റിക്വയർസ് ആക്യുറേറ്റ് അലൈൻമെന്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ്. ഇത്തരത്തിൽ ഇൻപുട്ടും ഔട്ട്പുട്ട് ഷാഫ്റ്റിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് വേണ്ടുന്നത് ഏത് കപ്ലിംഗിലാണ്? സോ നമുക്ക് പ്രധാനമായിട്ടും റിജിഡ് കപ്ലിംഗ് എന്നും ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്നും പറയാം. റിജിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരുവിധ മിസ്അലൈൻമെന്റും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അലൈൻമെന്റ് ആയിരിക്കണം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. റിജിഡ് ആയിട്ടുള്ള കപ്ലിംഗുകളാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ ഇൻപുട്ടും ഔട്ട്പുട്ട് ഷാഫ്റ്റും കൃത്യമായിട്ട് അലൈൻ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഓർത്തിരിക്കാം. ബാക്കിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കപ്ലിംഗുകളാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. 47, ദ പർപ്പസ് ഓഫ് യൂസിങ് ബൊറാക്സ് ഇൻ ബ്രേസിംഗ്. ഇത്തരത്തിൽ ബ്രേസിംഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ആണ് ബൊറാക്സ് എന്ന് പറയുന്നത്. സോ ഫ്ലെക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇത്തരത്തിൽ ഓക്സൈഡ്സിനെ ഡിസോൾവ് ചെയ്യുക വെൻ ഹീറ്റിംഗ് ദ മെറ്റീരിയൽ. ഇത്തരത്തിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരിക. ഡിസോൾവ് ഓക്സൈഡ്സ് വെൻ ഹീറ്റിംഗ് ദ വർക്ക്. മറ്റു ചോദ്യം, the power transmitted by the belt drive can be increased by അല്ലെ. ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ പവർ ട്രാൻസ്മിഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഗ്രിപ്പ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ഡ്രസ്സിംഗ് ദ ബെൽറ്റ് ടു ഇൻക്രീസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ ബി ഇൻക്രീസ് ദ ഇനിഷ്യൽ ടെൻഷൻ ഇൻ ദ ബെൽറ്റിൽ നമ്മൾ എന്താണ് ടൈറ്റ് ചെയ്തുകൊണ്ട് ടെൻഷൻ നമുക്ക് കൂട്ടാം. ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിൽ റാപ്പ് ആംഗിൾ നമുക്ക് എന്താണ് ബൈ യൂസിങ് ഐഡിയൽ പുള്ളി യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് റാപ്പ് ആംഗിൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി. സോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എത്രത്തോളം കോണ്ടാക്ട് ഇരിക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റാപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. റാപ്പ് ആംഗിൾ. സോ ആ ഒരു കോണ്ടാക്ട് ഇരിക്കുന്ന ആംഗിളാണ് റാപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ ലാപ്പ് ആംഗിൾ എന്നും പറയാറുണ്ട്. ലാപ്പ് അല്ലെങ്കിൽ റാപ്പ് ആംഗിൾ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിൽ റാപ്പ് ആംഗിൾ ബൈ യൂസിങ് ഐഡിയൽ പുള്ളി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം.
all of the above methods can be used to increase the power transmission by using belt. Okay. 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് വോം ഗിയർ അല്ലെ. വോം ഗിയറിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താ? സ്പീഡ് റിഡക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റി റേഷ്യോ ഉണ്ടാവുന്ന വ്യത്യാസം അല്ലെ. സോ അത് നമുക്ക് ഓപ്ഷൻ എ ബി സി ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഹൈ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ഹൈ വെലോസിറ്റി റേഷ്യോ. 50ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫോൾസ്? തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. ഫോൾസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആംഗുലർ കോൺടാക്ട് ബെയറിംഗ് ക്യാൻ ബി ത്രസ്റ്റ് ആസ് വെൽ ആസ് റേഡിയൽ ലോഡ്. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ആംഗുലർ കോൺടാക്ട് ആകുമ്പോൾ അത് റേഡിയലും അതുപോലെ തന്നെ ത്രസ്റ്റ് ലോഡും എടുക്കുന്നുണ്ടാകും. സിലിണ്ട്രിക്കൽ ലോഡ് ബെയറിംഗ് ഹാസ് ലോവർ ലോഡ് കപ്പാസിറ്റി ആസ് കമ്പയർഡ് ടു ഡീപ് ഗ്രൂവ് ബോൾ ബെയറിംഗ്. ഓപ്ഷൻ സി ഡ്യൂ ടു ലൈൻ കോൺടാക്ട് സിലിണ്ട്രിക്കൽ ലോഡ് ക്രിയേറ്റ് മോർ നോയ്സ്. അത് കറക്റ്റ് ആണ്. നൺ ഓഫ് ദി അബോ. ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. സിലിണ്ട്രിക്കൽ റോളർ ബെയറിങ്ങുകളൊക്കെ ഡീപ് ഗ്രൂവ് ബോൾ ബെയറിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലോഡ് എടുക്കുന്നതാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ എന്താണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ് ലോവർ ലോഡ് കപ്പാസിറ്റി എന്നുള്ളത്. ലോവർ ലോഡ് കപ്പാസിറ്റി അങ്ങനെ ലോവർ ആണോ? അല്ല, ഹയർ ലോഡ് കപ്പാസിറ്റി കമ്പയർഡ് ടു ഡീപ് ഗ്രൂവ് ബോൾ ബെയറിംഗ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സോ ഇവിടെ തന്നെ അവിടെ ഫോൾസ് ആയിട്ടുള്ളത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് നമുക്കറിയാം സിലിണ്ട്രിക്കൽ റോളർ ബെയറിങ്ങുകൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ കമ്പയർഡ് ടു ബോൾ ബെയറിങ്ങിന് എന്താണ് കുറച്ചുകൂടെ ലോഡ് കപ്പാസിറ്റി ഉള്ളതാണ് എന്നുള്ളതും ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത സെഷൻ, അടുത്ത 50 മുതൽ 100 ക്വസ്റ്റ്യൻ, ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. നന്ദി, നമസ്കാരം.